ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് Huawei എന്ന കമ്പനിയുടെ Honor View 10 എന്ന ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഉള്ള ഒരു റിവ്യൂമായിട്ടാണ്. ഇത് Huaweiയുടെ ഒരു 30,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. വളരെ നല്ല ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നേവി ബ്ലൂ കളർ വേരിയൻ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ പ്രോസസ്സർ Huaweiയുടെ തന്നെ ഹൈ സിലിക്കൺ കിറിൻ 970 പ്രോസസ്സറാണ്. ഇതിൽ ഒക്ടാ-കോർ പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ ഇത് ഡുവൽ നാനോ സിം, അതായത് ഒരു ഹൈബ്രിഡ് പാക്കേജാണ്. ഒരു SD കാർഡും ഒരു സിം കാർഡ് അല്ലെങ്കിൽ 2 സിം കാർഡ് ഉപയോഗിക്കാം നമുക്കിതിൽ. അതുപോലെ ഇതിൻ്റെ റാം വരുന്നത് ഒരു 6 GB റാമാണ് ഇതിൽ വരുന്നത്. ഈ 6 GB റാമിൽ അതോടുകൂടി തന്നെ 128 GB ഇൻറ്റേർണൽ മെമ്മറിയും വരുന്നുണ്ട്. ഇതൊരു 6 ഇഞ്ച് സ്മാർട്ട് ഫോണാണ്, അതായത് 5.99 ഇഞ്ച് ഡിസ്പ്ലേ, 18:9 ആസ്പെക്ട് റേഷ്യോ ആണ് ഇതിൽ വരുന്നത്. ഇത് ഫുൾ HD IPS LCD സ്ക്രീനാണ്. അതുപോലെ 403 ppi പിക്സൽ പെർ ഇഞ്ച് പിക്സൽ ഡെൻസിറ്റി വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറയുന്നത് ഓറിയോ. പിന്നെ ഹുവാവയുടെ തന്നെ അവരുടെ കസ്റ്റം യൂസർ ഇൻ്റർഫേസ് ഉണ്ട്, EMUI 8, അതാണ് ഇതിൽ വരുന്നത്. ആ ഒരു വേർഷനാണ് ഇതിൽ ഒരു ഡുവൽ റിയർ ക്യാമറയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ഒരു മെയിൻ ക്യാമറ 16 മെഗാപിക്സലാണ്, f1.8 അപ്പർച്ചറിൽ. പിന്നെ ഉള്ളതൊരു 20 മെഗാപിക്സൽ ക്യാമറയാണ്. ബാക്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതിൽ വരുന്നത്. അതുപോലെ ഒരു ഫ്രണ്ട് ക്യാം എന്ന് പറയുന്നത് ഇതിൽ വരുന്നത് 13 MBയുടെ ഒരു ഫ്രണ്ട് ക്യാമാണ്. 13 MB ഫ്രണ്ട് ക്യാം, അതായത് f2.0 അപ്പർച്ചറിൽ. പിന്നെ ഇതിൻ്റെ ഒരു ബാറ്ററി എന്ന് പറയുന്നത് ഒരു 3750 mAh ബാറ്ററിയാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡാണ്. ഈ Huaweiയുടെ മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻ്റ് സ്കാനർ വരുന്നുണ്ട്. അത് ഈ ബോട്ടം പൊസിഷനിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. താഴെ വരുന്ന ഈ ഒരു ബട്ടൺ ഫിംഗർ പ്രിൻ്റ് സ്കാനർ. അതുപോലെ ഇതിൽ ഫേസ് അൺലോക്ക് ഉണ്ട്. അതുപോലെ NFC ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്. മുകളിൽ ഈ ഫോണിൻ്റെ മുകളിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് IR ബ്ലാസ്റ്ററാണ്. IR ബ്ലാസ്റ്റർ ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് അതിൻ്റെ അടുത്തായിട്ടുണ്ട്. ഫോണിൻ്റെ ഈ സൈഡിൽ സിം ട്രേ ആണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ നിങ്ങൾക്കിവിടെ കാണാം ഒരു സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. അതുപോലെ ഒരു USB-C ടൈപ്പ് പോർട്ടാണിത്. അതുപോലെ ഒരു 3.5 mm ഹെഡ്ഫോൺ ജാക്ക്. പിന്നെ ഒരു മൈക്രോഫോൺ. ഈ സൈഡിലാണെങ്കിൽ വോളിയം റോക്കർ, അതുപോലെ പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ അവർ നൽകിയിട്ടുള്ളതാണ് ഈ സപ്ലൈഡ് കേസാണ്, ഈ ട്രാൻസ്പെറൻറ്റ് TPU കേസ്. ഈ ബോക്സിൽ തന്നെ അവർ സപ്ലൈ ചെയ്യുന്ന കേസാണ്. പിന്നെ
നമ്മൾ ഈ ഇതിൻ്റെ ബോക്സ് കണ്ടൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഹുവാവയുടെ വളരെ നല്ലൊരു ബോക്സാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യം എടുക്കുമ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇത് ആക്ച്വലി ചാർജറിൻ്റെ കവറാണ്. ഇതാണ് ചാർജർ. ഒരു ഫാസ്റ്റ് ചാർജറാണ്. ഇതിൽ ഒരു ചാർജർ നൽകിയിരിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു ടൈപ്പ് സി USB കേബിൾ ടൈപ്പ് സി. ഇതിൻ്റെ കൂടെ ഇയർഫോണില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ സിം ഇജക്റ്റ് പിൻ അത്ര തന്നെ ഇതിൽ വരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് യൂസർ മാനുവൽ, കിക്ക് സ്റ്റാർട്ട് ഗൈഡ്, പിന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുക ബോക്സിൽ. അപ്പം നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് തിരിച്ച് ഹാൻഡ്സെറ്റിലേക്ക് വരാം. അപ്പോൾ ഹാൻഡ്സെറ്റിൻ്റെ ഒരു കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് ഉണ്ടല്ലേ, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. ഇത് ഞാൻ നേരത്തെ തന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. നല്ല എന്താ പറയുക, അടിപൊളി ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അതുപോലെ ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും ഇതിൽ ഉണ്ട്. നമ്മൾ ഫേസ് അൺലോക്കിങ് നോക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ ഇതെടുത്ത് നോക്കിയതേ ഉള്ളൂ, അത് ഓപ്പണായി വന്നു. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. പിന്നെ ഇതിൻ്റെ ക്യാമറ ഒരു മികച്ച ക്യാമറ ആണ്. ക്യാമറ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. ഒന്ന് 16 MP ഒന്ന് 20 MP ആയിട്ടുള്ള ക്യാമറ. ഒരു ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറയിൽ AI ഫീച്ചറുണ്ട്. അതായത് ഹുവാവയുടെ മിക്ക ഫോണുകളിൽ ആ ഒരു ഫീച്ചർ വരുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ അതിലേക്ക് നമ്മൾ ക്യാമറ കൊണ്ട് വരുമ്പോൾ അതിപ്പോൾ അത് കഴിയുന്നില്ല, ടെക്സ്റ്റ് ഇമേജിലേക്കോ ഒബ്ജക്റ്റിലേക്കോ അതിനനുസരിച്ച് തന്നെ ഈ ക്യാമറ അതിൻ്റെ വർക്ക് ചെയ്യും. അതാണ് AI ഫീച്ചർ എന്ന് പറയുന്നത്. ആ ഒരു പിക്ചർ ആ രീതിക്ക് അത് എടുക്കാൻ കഴിയും. പിന്നീട് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മറ്റ് ഒരു പ്രോസ് അല്ലെങ്കിൽ കുറച്ച് ഗുഡായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സ്ക്രീനാണ്. വെരി ഗുഡ് ക്വാളിറ്റി സ്ക്രീൻ ആൻഡ് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതൊരു പ്രീമിയം ലുക്ക് തരുന്നൊരു ഫോണാണ്. ഇത് കയ്യിലിരിക്കുമ്പോൾ തന്നെ ആരായാലും ഒന്ന് നോക്കിയപ്പോൾ ഹുവാവയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണിത്. ഇത് നല്ലൊരു പ്രീമിയം ലുക്കാണ്. കണ്ടില്ലേ, മനോഹരമായ ലുക്കാണ്. അതുപോലെ ഇതിൽ ട്രൂ ഡുവൽ 4G സപ്പോർട്ടാണുള്ളത്. എന്ന് പറഞ്ഞാൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം തന്നെ നമുക്ക് 2 4G സിമ്മുകൾ 4G കണക്ടിവിറ്റി സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം 2 സിമ്മിൽ ഒരേ സമയം. പിന്നെ നമ്മൾ ഫീച്ചറിനെ കുറിച്ച് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എൻ്റെ ക്യാമറ അത് ഒബ്ജക്റ്റിനെ ഡിറ്റക്റ്റ് ചെയ്ത് മോഡ് ചേഞ്ച് ചെയ്ത് നല്ല ബെറ്റർ ക്വാളിറ്റിയുള്ള ഇമേജസ് നമുക്ക് തരുന്നതാണ് ഇതിൻ്റെ ക്യാമറ കമ്പാർട്ട്മെൻറ്റിൽ. അങ്ങനെ ഒരു
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചറുള്ളത്. വളരെ നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ കോൾ ക്വാളിറ്റിയൊക്കെ വളരെ നല്ല കോൾ ക്വാളിറ്റിയാണ്. കണ്ടില്ലേ, മുകളിൽ സ്പീക്കർ കൊടുത്തിരിക്കുകയാണ്. സ്പീക്കർ അതിൻ്റെ അടുത്ത് തന്നെ സെൻസറും ഒക്കെ ഉണ്ട്. ഫ്ലാഷും ഫ്രണ്ട് ക്യാമറ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, വേറൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് വളരെ നല്ല, ഇറ്റ്സ് എ വെരി ഗുഡ് ക്യാമറ. 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് ഇതിൽ. അതുപോലെ എന്താ പറയുന്നത്, പക്ഷേ ഈ വീഡിയോ ഇതിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനോ ഇല്ല എന്നുള്ളതൊരു പോരായ്മയാണ്. അത് നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം ഇതിൻ്റെ അപ്ഡേറ്റിൽ അങ്ങനെ ഒരു പിന്നീടുള്ള ഫോൺ മേടിക്കുമ്പോൾ അത്തരം ഫീച്ചേഴ്സ് കാണുന്നില്ല. പക്ഷേ അപ്ഡേറ്റിലൂടെ അവരത് പരിഹരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ചെറിയ രീതിയിൽ. പിന്നെ നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഗിംബൽ അതുപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ സ്റ്റെബിലൈസേഷൻ ലഭിക്കും. പക്ഷേ ഇതിൽ സ്മൂത്തായിട്ടുള്ള സ്റ്റെബിലൈസേഷനോ കാര്യങ്ങളോ അപ്ഡേറ്റിൽ ഇവിടെ കുറച്ച് ഭേദപ്പെട്ട ഒരു സ്റ്റെബിലൈസേഷൻ ലഭിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അടുത്തത് നല്ലൊരു മൾട്ടിമീഡിയ ഹാൻഡ്സെറ്റാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ നമുക്ക് പ്ലേ ചെയ്ത് കാണാനാണെങ്കിലും ഒക്കെ വളരെ നല്ല ഇതാണ്. യൂട്യൂബ് വീഡിയോസും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ സെൻസേഴ്സ്, ഒരുവിധപ്പെട്ട എല്ലാ സെൻസേഴ്സും ഇവരിതിൽ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത്, ജൈറോസ്കോപ്പ് സെൻസർ ഉൾപ്പെടെ നമുക്ക് ഒരു വിർച്വൽ റിയാലിറ്റി VR ഹെഡ്സെറ്റൊക്കെ ഉപയോഗിച്ച് 360 ഡിഗ്രി വീഡിയോസൊക്കെ കാണുമെങ്കിൽ ആ തരത്തിലുള്ള നല്ല എന്താ പറയുന്നത് സെൻസർ, ജൈറോസ്കോപ്പ് സെൻസർ അതുപോലെയൊക്കെയുള്ള ഒരുവിധം ഒരു ഹാൻഡ്സെറ്റിന് വേണ്ടതായിട്ടുള്ള എല്ലാ സെൻസറും ഒന്നും എന്താ പറയുക വിട്ടുകളയാതെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള വിവിഡായിട്ടുള്ള പഞ്ചി ഡിസ്പ്ലേ ആണ്. കണ്ടില്ലേ, നല്ല സൂപ്പർ ആമോലെഡ് ഒന്നും അല്ലെങ്കിൽ തന്നെ നല്ല ഫുൾ HD IPS LCD സ്ക്രീനാണ്. വളരെ നല്ല ഹാൻഡ്സെറ്റാണ്. ഈ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യം വർത്താണ് ഈ ഒരു ഹാൻഡ്സെറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഞാനിത് കുറച്ച് നാളുകളായിട്ട് ഉപയോഗിച്ച് വരുന്നു. എനിക്ക് നല്ല ഒരു ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം ഹൈ എൻഡ് ഗെയിംസൊക്കെ നല്ല രീതിയിൽ ഇതിൽ പ്ലേ ചെയ്യാൻ കഴിയും. അതുപോലെ അതൊക്കെ സ്റ്റട്ടറോ ഒന്നുമില്ലാതെ ഹാങ് ചെയ്യാതെ ഒക്കെ എന്താ ഫ്രെയിം റേറ്റ്സ് ഒന്നും അധികം ഇല്ലാതെ ഹൈ എൻഡ് ഗെയിംസൊക്കെ കളിക്കാനായിട്ട് പ്ലേ ചെയ്യാനായിട്ട് കഴിയും. PUBG ഒക്കെ പോലുള്ള ഗെയിമൊക്കെ പ്ലേ ചെയ്യാൻ കഴിയും. അസ്ഫാൾട്ട് 8, 9, നോവ 3 ഇതുപോലെയുള്ള ഗെയിംസ്. പിന്നെ ഇതിൻ്റെ മറ്റ് ഇതെന്ന് പറയുകയാണെങ്കിൽ 6 GB റാമും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല സ്മൂത്തായിട്ടുള്ള പെർഫോമൻസാണ്. നല്ല ഫോണാണ്, വളരെ നല്ല ഫോണാണ്. ഇതിൻ്റെ ആമസോണിലാണ് ഇതിൻ്റെ വിൽപ്പന നടക്കുന്നത്. ആമസോണിൽ ഇതിന് ഇപ്പം 30,000 രൂപ ആണ് പ്രൈസ് വരുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോണിൻ്റെ ആപ്പിലോ വെബ്സൈറ്റിലോ കയറി ഓർഡർ ചെയ്യാവുന്നതാണ്. വളരെ നല്ല ഹാൻഡ്സെറ്റാണ്, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ഒരു എന്താ പറയുന്നത്, യൂട്യൂബ് വീഡിയോസൊക്കെ വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ ഒക്കെ താല്പര്യമുള്ളവർക്കും ഒക്കെ ട്രാവൽ വീഡിയോസും പുറത്ത് ഔട്ട്സൈഡിലൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല ഇതാണ്. നല്ല ഇമേജ് ക്വാളിറ്റി, നല്ല വീഡിയോ ക്വാളിറ്റിയൊക്കെയാണ്. ഇതിലൊരു നോൺ റിമൂവബിൾ 3750 mAh ബാറ്ററി വരുന്നുണ്ട്. അത് ഒരു 1.5 ദിവസം, ഒരു കാഷ്വൽ യൂസറാണെങ്കിൽ 1.5 ദിവസമൊക്കെ നിൽക്കും. ചാർജ് പെട്ടെന്ന് തീരില്ല. ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒക്കെ ഉണ്ട്. എന്തായാലും ഇത്രയാണ് ഈ ഹാൻഡ്സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ചാനൽ
ഈ ചാനലിൽ ഇനി മുതൽ ഇതുപോലുള്ള റിവ്യൂ വീഡിയോസും അൺബോക്സിങ് വീഡിയോസും അതുപോലെ മറ്റ് ഇതര വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.